ഹരി ഓം. എല്ലാവർക്കും വിനീതമായ പ്രണാമം. ഒരു മനുഷ്യൻ്റെ ശക്തികളെക്കുറിച്ചുള്ള അവബോധം ഈ മനുഷ്യന് ഈ നിമിഷം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഒരു പ്രശ്നം അത് നമുക്കൊരു പ്രശ്നമായി തീരുന്നത് ആ പ്രശ്നത്തെ പരിഹരിക്കാനുള്ള മാർഗം നമുക്ക് അറിയാതെ വരുമ്പോഴാണ്. ഒരു പ്രതിസന്ധിയെ അല്ലെങ്കിൽ പ്രശ്നത്തെ എങ്ങനെ മറികടക്കണം എന്ന വ്യക്തമായ അറിവും കഴിവും ഉള്ള വ്യക്തിക്ക് പ്രശ്നം ഒരു പ്രശ്നമാണോ ചിന്തിച്ചു നോക്കൂ. ദുർബല മനസ്സുള്ളവർക്ക് മാത്രമാണ് ജീവിതത്തിലെ പ്രതിസന്ധികൾ തടസ്സമായി മാറുന്നത്. ജീവിതത്തിൽ ശ്രേഷ്ഠമായ വിജയം കൈവരിക്കണം, ഈ മനസ്സിൻ്റെ ദൗർബല്യങ്ങളിൽ നിന്നും പുറത്തു കടക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ഒരു കാര്യം ചെയ്യൂ. എന്താണെന്നല്ലേ, നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുക്കും, അതിൽ ക്രോം ഓപ്പൺ ചെയ്തിട്ട് www.dlshq.org ശിവാനന്ദാശ്രമത്തിൻ്റെ ഓൺലൈൻ വെബ്സൈറ്റാണത്. അതിൽ കയറി അവരുടെ പേജിൽ ബുക്സ് ടു ഡൗൺലോഡ് എന്ന സെക്ഷനിൽ പ്രാക്ടീസ് ഓഫ് ബ്രഹ്മചര്യ എന്ന പുസ്തകം ഡൗൺലോഡ് ചെയ്ത് PDF വേർഷനാണ്, നമുക്ക് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് വായിക്കാൻ പറ്റും. എത്രയും പെട്ടെന്ന് ആ പുസ്തകം മുഴുവനായും ശ്രദ്ധയോടെ വായിച്ച് മനസ്സിലാക്കണം. പുസ്തകം എവിടെയെന്ന് കടകളിൽ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വെബ്സൈറ്റ് പറഞ്ഞു തരാൻ കാരണം. ഒരു മാസത്തിനുള്ളിൽ ആ പുസ്തകം വായിച്ച് അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഈ വായിക്കുന്നതിനോടൊപ്പം തന്നെ കൃത്യനിഷ്ഠമായ അനുഷ്ഠാനവും പരിശീലിച്ചു കൊണ്ടിരുന്നാൽ അപ്പോൾ മനസ്സിലാകും നമുക്ക് ഇത്രയും വർഷങ്ങൾ ഞാൻ എന്താണ് ചെയ്തത് എന്ന്, ഞാൻ എന്ത് ജീവിതമാണ് ഇത്രയും ദിവസം നയിച്ചത് എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം എടുത്തു പറയാൻ കാരണം. പ്രാക്ടീസ് ഓഫ് ബ്രഹ്മചര്യ എല്ലാവരും, ഏതു പ്രായത്തിലുള്ളവരും, സ്ത്രീകളും പുരുഷന്മാരും നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം. പ്രത്യേകിച്ചും 25 വയസ്സിനുള്ളിലുള്ള യുവാക്കളും യുവതികളും കർശനമായി നിർബന്ധപൂർവം ഈ പുസ്തകം വായിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. വായിച്ചാൽ മാത്രം പോരാ, അതിലുള്ള ഓരോ വാക്കുകളും ശ്രദ്ധയോടെ മനസ്സിലാക്കൂ. ഇപ്പോൾ തന്നെ, ഈ നിമിഷം തന്നെ നിങ്ങളിത് ചെയ്യണം. എന്നിട്ട് ഭഗവത്ഗീതയും കൂടി പഠിച്ചാൽ അറിവും അനുഷ്ഠാനവും കൂടി ആകുമ്പോൾ മാത്രമേ ഈ ഗീതയിൽ നിന്നുള്ള അറിവിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് സൈറ്റിലേക്ക് എളുപ്പം പ്രവേശിക്കാൻ സാധിക്കും. മറക്കരുത്, വീണ്ടും പറയുകയാണ്, നിർബന്ധപൂർവം വായിച്ചിരിക്കണം ഈ പുസ്തകം. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തു മാറ്റമാണ് ആ പുസ്തകത്തിലെ അറിവും നമ്മുടെ അനുഷ്ഠാനവും ഇത് രണ്ടും കൂടി യോജിച്ച് നമ്മളിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മിലുണ്ടാകുന്ന പരിവർത്തനം നമുക്ക് ദർശിക്കാൻ സാധിക്കും. ഭഗവത്ഗീത മാത്രം വായിച്ചാൽ അത് മനസ്സിലാക്കുക എളുപ്പമല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 68ാമത്തെ ശ്ലോകം വരെയാണ് കണ്ടത്. അടുത്ത ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. 2-ാം അധ്യായത്തിലെ 69ാമത്തെ ശ്ലോകം. 68ാമത്തെ ശ്ലോകത്തിൽ നാം എന്താണ് മനസ്സിലാക്കിയത്? മനുഷ്യജീവിതത്തിൽ മനുഷ്യന് സമാധാനവും ശാന്തിയും ഈ നിമിഷം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അവൻ എന്തു ചെയ്യണം? ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേപ്യ തസ്യ പ്രജ്ഞാഃ പ്രതിഷ്ഠിതാഃ. അടുപ്പിച്ചുള്ള കുറച്ച് ശ്ലോകങ്ങളിൽ ഈ കാര്യത്തെ വിശദമായി പല രീതിയിൽ ഭഗവാൻ നമുക്ക് മനസ്സിലാക്കി തന്നു. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ജയിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ എന്ത് ലഭിക്കുകയുള്ളൂ? ശാന്തി ഒന്നിനെയും ആശ്രയിക്കാതെ ലഭിക്കുകയുള്ളൂ. തുടർന്ന് ഭഗവാൻ പറയുകയാണ് 69ാമത് ശ്ലോകം. ഈ കാര്യത്തെ തന്നെ ഒന്നുകൂടി വ്യക്തമാക്കുന്നു ഭഗവാൻ. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമീ യസ്യാം ജാഗൃതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേ. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമീ യസ്യാം ജാഗൃതി ഭൂതാനി സാ നിശാഃ പശ്യതോ മുനേ. വേദവ്യാസ മഹർഷിയുടെ അതിമനോഹരമായ ഈ വർണ്ണന ശ്രദ്ധിക്കും. ഏറ്റവും രഹസ്യമായിരിക്കുന്ന ശാസ്ത്ര സത്യങ്ങളെയാണ് അദ്ദേഹം വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നത്. എവിടെയാണോ എല്ലാ ഭൂതങ്ങളും എല്ലാ മനുഷ്യരും എപ്പോഴാണോ ഉറങ്ങി നിൽക്കുന്നത്, യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി, അവിടെ ഒരു മനോവിജയം കൈവരിച്ച ഒരു സാധകൻ, ഇന്ദ്രിയങ്ങളെ അതിജീവിച്ച സംയമബുദ്ധി നേടിയ ഒരു സാധകൻ ആ നിമിഷം അവിടെ ഉണർന്നിരിക്കുന്നു. എന്നാൽ എവിടെയാണോ എല്ലാ ജനങ്ങളും ഉറങ്ങിക്കിടക്കുന്നത്, അവിടെ
ഒരു സാധകൻ അല്ലെങ്കിൽ ഒരു യോഗി ഉണർന്നിരിക്കുന്നു. ഈ കാവ്യഭാഷ ഈ രീതിയിൽ കേട്ടാൽ നമുക്ക് എന്താണ് മനസ്സിലാകുക? രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഒരാൾ ഉണർന്നിരിക്കുന്നു, നമ്മളെല്ലാവരും ഉണർന്നിരിക്കുന്ന സമയത്ത് അയാൾ ഉറങ്ങുന്നു. പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും ഈ വ്യക്തി നോർമലല്ല അല്ലേ. സാധാരണ മനുഷ്യർ രാത്രി ഉറങ്ങും, രാവിലെ ഉണർന്നിരിക്കും. എന്നാൽ ഇവിടെ ഇദ്ദേഹം എന്തുകൊണ്ടാണ് എല്ലാവരും ഉണർന്നിരിക്കുമ്പോൾ ഉറങ്ങുന്നു, അതുപോലെ എല്ലാവരും ഉറങ്ങുമ്പോൾ ഇദ്ദേഹം ഉണർന്നിരിക്കുന്നു? വളരെ രസകരമായ എന്നാൽ അതിനിഗൂഢമായ ഒരു രഹസ്യം ഇതിന് പിന്നിലുണ്ട്. ഇതിനെ ഭൗതികമായ ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ഒന്നുകൂടി എളുപ്പമായിരിക്കും. ഒരു ഗ്രാമത്തിലേക്ക് ഒരു എൻജിനീയർ കടന്നു വരുന്നു, ഒരു ഇലക്ട്രിക്കൽ എൻജിനീയർ. ആ ഗ്രാമത്തിലെ ഒരു സാധാരണ വ്യക്തി, ഒരു കർഷകൻ, പഠിപ്പൊന്നുമില്ലാത്ത ഒരാൾ. അവിടെയുള്ള ലൈറ്റുകൾ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് വളരെ സന്തോഷം. ഹായ്, എല്ലാവിടെയും പ്രകാശം വന്നുവല്ലോ, ഇനി രാത്രിയാകുമ്പോഴും ഒരിക്കലും ഇരുട്ടിലിരിക്കേണ്ടി വരില്ല എന്ന സന്തോഷത്തിലിരിക്കുകയാണ്. അപ്പോൾ അവിടെ എത്തിയ എൻജിനീയർ ഇയാളോട് ചോദിക്കുന്നു, ഈ കറണ്ട് AC ആണോ അതോ DC ആണോ? ഇത് കേട്ടിട്ട് അയാൾ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല, എനിക്കറിയാവുന്നത് ഇത്ര മാത്രമാണ്, എണ്ണയൊഴിക്കാതെ കത്തുന്നൊരു വിളക്ക് ഞങ്ങൾക്ക് ലഭിച്ചു. ഈ അവസ്ഥയാണ് ഈ പറഞ്ഞ ശ്ലോകത്തിലെ അർത്ഥത്തിലൂടെ നാം മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത്. ഇവിടെ ഒരു എൻജിനീയർക്ക് ബുദ്ധിപരമായ അറിവുണ്ട്. ഈ ബൾബുകൾ കത്താൻ കാരണം ഇലക്ട്രിസിറ്റിയാണ്, കറണ്ടാണ്. എന്നാൽ ആ കർഷകന് അറിവില്ല. അദ്ദേഹത്തിന് അറിയുന്നത് എണ്ണയൊഴിക്കാതെ കത്തുന്ന വിളക്കെന്ന് മാത്രം. അദ്ദേഹത്തിന് വിദ്യാഭ്യാസമില്ല, ബുദ്ധിക്ക് പരിശീലനം ലഭിച്ചിട്ടുമില്ല പുതിയ സൗകര്യങ്ങളെക്കുറിച്ചോ കറണ്ടിനെക്കുറിച്ചോ ഒന്നും. ഇതുപോലെയാണ് ഇപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ. വ്യാസമഹർഷി ഇവിടെ ഈ ശ്ലോകത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്ന ഈ കാവ്യഭാഷയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഈ സത്യമെന്നത് സാധാരണ തലത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യ മനസ്സിന് മനസ്സിലാക്കുക സാധ്യമാണെങ്കിലും അതിന് സാധിക്കണമെങ്കിൽ നാം ഈ മനസ്സിന് മുകളിൽ വിജയം കൈവരിച്ചിരിക്കണം. ഇപ്പോൾ നമ്മൾ ഈ ലോകത്തെ കാണുന്നത് തുറന്ന മനസ്സോടെയല്ല. നമ്മുടെ മനസ്സിലുള്ള വികാരങ്ങൾ നാം കാണുന്ന കാഴ്ചകളിൽ, അനുഭവങ്ങളിൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിലെ വികാരങ്ങൾക്കനുസരിച്ചാണ് ലോകത്തെ നാം അറിയുന്നതും അനുഭവിക്കുന്നതും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചുകൊണ്ട് നമ്മൾ പുറമേക്ക് നോക്കിയാൽ കൂളിംഗ് ഗ്ലാസ്സിൽ അത് മഞ്ഞ കളറാണെങ്കിൽ കാണുന്നതെല്ലാം മഞ്ഞ നിറത്തിലായിരിക്കും. ആ ഗ്ലാസ്സിലെ കളറിനനുസരിച്ച് കാണുന്ന വസ്തുക്കളുടെ നിറം മാറുന്നത് പോലെ നമ്മുടെ മനസ്സിലെ വികാരങ്ങളുടെ പ്രഭാവത്തിനനുസരിച്ച് മാത്രമാണ് ഇപ്പോൾ നാം ജീവിക്കുന്നത്. ഈ ശരീരം, മനസ്സ്, ബുദ്ധി, ഈ 3 കാര്യങ്ങളിൽ ചുരുങ്ങി നിന്നുകൊണ്ടുള്ള ഒരു ചുരുങ്ങിയ കാഴ്ചപ്പാട് മാത്രമേ ഇപ്പോൾ നമുക്ക് സാധ്യമാകുന്നുള്ളൂ. എന്നാൽ ഈ ഒരു തലത്തെ അതിജീവിച്ചുകൊണ്ട് കടക്കാൻ സാധിക്കുന്ന ഒരു സാധകന് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടി എങ്ങനെയായിരിക്കും? നേരത്തെ പറഞ്ഞ ഇലക്ട്രിക്കൽ എൻജിനീയർ എങ്ങനെയാണോ കറണ്ടിനെ ദർശിക്കുന്നത്, അപ്രകാരമായിരിക്കും ഈ ജീവിതത്തെ ഒരു യോഗി, ഒരു സംയമി ദർശിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് എന്ത് സാധിക്കും? നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്? വ്യാസമഹർഷി എന്താണ് നമ്മളോട് പറയുന്നത്? ഏറെ സ്നേഹത്തോടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ് ഓർമ്മിപ്പിക്കുന്നത്? ഈ ജീവിതത്തിൽ ഇവിടെ വെച്ച് സന്തോഷവും സമാധാനവും നമുക്ക് ആരെയും ആശ്രയിക്കാതെ കൈവരിക്കാൻ സാധിക്കും. എന്തുമാത്രമേ വേണ്ടൂ? അതിന് അറിവ് മാത്രമേ വേണ്ടൂ. ആ അറിവിനെ ഗ്രഹിക്കാൻ ശ്രമിക്കൂ. ആ അറിവിനെ നേടാൻ എന്താണ് ചെയ്യേണ്ടത്? എണീക്കൂ, രാവിലെ 5 മണിക്ക് എണീറ്റുകൊണ്ട് പ്രാണായാമവും പ്രണവോപാസനയും ഒരു ജപമാല എടുത്തുകൊണ്ട് ഇഷ്ടമുള്ള നാമം ശ്രദ്ധയോടെ ജപിക്കൂ. കൃത്യനിഷ്ഠമായ അനുഷ്ഠാനം. ഇതില്ലാതെ ഒരിക്കലും നമുക്ക് അറിവിനെ മനസ്സിലാക്കാനേ സാധിക്കില്ല. സ്കൂളിലോ കോളേജിലോ പോയി പഠിക്കാതിരുന്നാൽ നമുക്ക് ഈ പുറമേയുള്ള ലോകത്തെക്കുറിച്ചോ പുതിയ ടെക്നോളജിയെക്കുറിച്ചോ എന്തെങ്കിലും അറിയാൻ സാധിക്കുമോ? അതുപോലെ അകത്തുള്ള ലോകത്തെക്കുറിച്ചറിയാൻ അതിന് ആധ്യാത്മിക സാധനങ്ങൾ തന്നെ വേണം. അത് ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ടൊരു ലൗകിക ചിന്തയുള്ള വ്യക്തിക്ക്, കേവലം ഭൗതിക തലത്തിൽ മാത്രം ചിന്തിക്കുന്ന വ്യക്തിക്ക് ഈ ശ്ലോകത്തിലെ അർത്ഥം മനസ്സിലാക്കാനും സാധിക്കില്ല. അതിന് ആന്തരികമായ ദൃഷ്ടി, ജ്ഞാനചക്ഷുസ്, അത് അത്യാവശ്യമാണ്. ഈ ശ്ലോകം ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാൻ സാധിക്കില്ല. ഇതിൻ്റെ ഒന്നുകൂടി വിശദീകരണങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇപ്പോൾ സമയം പര്യാപ്തമല്ലാത്തതുകൊണ്ട് എങ്കിലും ഒരു കാര്യം വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. മറക്കരുത്, ഈ പുസ്തകം നിർബന്ധമായും വായിച്ചിരിക്കണം. പ്രാക്ടീസ് ഓഫ് ബ്രഹ്മചര്യ. നാം മനസ്സിലാക്കാത്ത ഒരുപാട് രഹസ്യങ്ങൾ
എന്നാൽ അവ മനസ്സിലാക്കിയാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരുത്താൻ സാധിക്കുന്ന പരിവർത്തനങ്ങൾ അതറിയണമെങ്കിൽ ഇത് വായിച്ചേ പറ്റൂ. ഏവർക്കും സ്വന്തം പ്രയത്നത്തിലൂടെ ജീവിതത്തെ ഉന്നതമായ വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ. ഹരി ഓം, പ്രണാമം.